ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന രണ്ട് ഇനം ചെടികളാണ് ബ്രൊമീലിയാഡ്സ്, അതുപോലെ തന്നെ ക്രിത്താന്തസ്. ഇത് പല നിറങ്ങളിലും പല ഡിസൈനിലും സാധനം ഇപ്പോൾ വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതിനായി നമ്മൾ ചെയ്യുന്നത് ഈ വേര് നിൽക്കുന്ന ഭാഗത്ത് മാത്രം വെള്ളം നിലനിർത്താൻ ചേരിയുടെ ഉൾഭാഗത്തുള്ള ചേരിത്തുമ്പ് ഇതിൽ വെച്ച് നനവ് നിലനിർത്താൻ മാത്രം വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചേരിത്തുമ്പ് ഇതുപോലെ വെച്ച് വേരിൻ്റെ എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് നൂലുപയോഗിച്ച് നന്നായി കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ഇതുപോലെ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി വേരിൻ്റെ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ ഇതുപോലെ കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ച് ഈ കാണുന്ന ഡ്രിസ്റ്റ് വുഡിലേക്ക് വെച്ച് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ചെടികളും ഇതുപോലെ സെൻറ്റർ പോർഷനിൽ വെള്ളം നിലനിൽക്കുന്നത് കൊണ്ട് ഇതിനെ വളർത്താനും എളുപ്പമാണ്. ഈ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഒരാഴ്ചയോളം ഈ വെള്ളം ഇതിൻ്റെ നടുക്കുള്ള ഭാഗത്ത് കെട്ടിക്കിടക്കും. എന്നിട്ട് ഇതുപോലെ റിസ്റ്റ് വുഡിലേക്ക് കേബിൾ ടൈ ഇട്ട് നന്നായി കെട്ടിവെക്കുക. ഈ വേര് ഈ ചകിരി വെച്ച ഭാഗത്ത് ഈ ചകിരി കാണുന്ന ഈ ഭാഗം മുഴുവൻ ഇനി വേരുകൾ പുറത്തേക്ക് വന്ന് കവർ ചെയ്യും. നമ്മൾ കെട്ടിവെച്ച കേബിൾ ടൈയോ മറ്റോ കാണാൻ കഴിയാത്ത രൂപത്തിൽ ഇതിൻ്റെ ചകിരിക്കുള്ളിൽ നിന്ന് ഇതിൻ്റെ തൈകളും അതുപോലെ തന്നെ വേരും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഒരു മരത്തിൽ തന്നെ പല നിറത്തിലുള്ള ഇലകൾ ഉണ്ടായതുപോലെ ഇരിക്കും. ഇതിൻ്റെ വളർച്ച വളരെ സ്ലോ ആയതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ കുറേ കാലം ഈ റിസ്റ്റ് വുഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെയൊരു ടവർ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് 5-6 തരം ചെടികളാണ് ഇതിലെനിക്ക് വെക്കാൻ കിട്ടിയത്. അതിൽ ക്രിത്താന്തസ് ഈ ലൈൻസ് ഉള്ള ചെടികളാണ്. മാസാക്കോട്ട് എന്ന് പറഞ്ഞ ഈ വളമാണ് ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇട്ട് കൊടുത്തത്. അത് ഹോളിയർ വളം പോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ സെൻറ്റർ പോർഷനിൽ വെള്ളം നിലനിൽക്കുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ 2-3 തരി ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് അതിന് കിട്ടുന്നത് കൊണ്ട് മറ്റൊരു വളം ചെയ്യേണ്ട ആവശ്യവുമില്ല. ആഴ്ചയിലോ ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുത്താലും മതി ഈ ചെടികൾ. അതുകൊണ്ട് ഈ ചെടികൾ വളർത്താൻ എത്രയോ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.